നമുക്കിന്നൊരു സോയ റെസിപ്പി കാണാം കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിനായിട്ട് കുറച്ച് സോയ ചങ്ക്സ് എടുത്തിട്ട് നല്ലപോലെ ഉപ്പ് ഇട്ട വെള്ളത്തിൽ നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്ത സോയ ചങ്ക്സ് കുറച്ച് നേരം ആറാൻ വെച്ചതിന് ശേഷം കൈകൊണ്ട് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും. അതിനുശേഷം ഒരു ബൗളിലോട്ട് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകം, കുരുമുളക്, കുറച്ച് തൈര്, ഉപ്പ് എന്നിവയെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് എടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുക. പിന്നീട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്ത് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു പാൻ എടുക്കുക. കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് സവോള, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത സോയാ ചങ്ക്സ് ഇതിലോട്ട് ആഡ് ചെയ്യണം. അതിനു മുമ്പ് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ, കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് എണ്ണ മുകളിൽ കൂടെ തൂവി കൊടുക്കുക. പിന്നെ ഞാൻ അലങ്കാരത്തിന് വേണ്ടി കുറച്ച്